ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സോ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് നേരെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് ചെല്ലാം. നെറ്റ്വർക്ക്. A network is a collection of interconnected devices that communicate with each other to share resources, information and services. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇൻ്റർകണക്റ്റഡ് ഡിവൈസസ് ആണ്. ഒരു കൂട്ടം ഡിവൈസുകളെ പരസ്പരം എന്ത് ചെയ്തിരിക്കുകയാണ്, ഇൻ്റർകണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻ്റർകണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവൈസസിന് തമ്മിൽ എന്ത് ചെയ്യാൻ സാധിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ, ആശയവിനിമയം നടത്താനായിട്ട് പറ്റും. കൂടാതെ ഈ ഓരോ ഡിവൈസസും എന്ത് ചെയ്യുകയാണ്, റിസോഴ്സസും ഇൻഫർമേഷൻസും മറ്റ് സർവീസസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് ഈസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാട്ട് ഈസ് നെറ്റ്വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് ഡിവൈസസ് പരസ്പരം ബന്ധിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയാം. ഒരു നെറ്റ്വർക്കിനകത്ത് ഇൻ്റർകണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിവൈസസിന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഡാറ്റാസ് ഷെയർ ചെയ്യാം, റിസോഴ്സസ് ഷെയർ ചെയ്യാം, മറ്റ് സർവീസുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ടെക്നിക്കലി മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഒരു നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഡിവൈസിനെയും പറയുന്ന മറ്റൊരു പേരാണ് നോഡ് കേട്ടോ. നോഡ്. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിനകത്ത് കമ്പ്യൂട്ടർ കാണും, പ്രിൻ്റർ കാണും, മൊബൈൽ ഫോൺ കാണും, സ്കാനർ കാണും, ലാപ്ടോപ്പ് കാണും. ഈ ഓരോ ഡിവൈസിനെയും നമുക്ക് എന്തെന്ന് പറയാം, നോഡുകൾ എന്ന് എന്ത് ചെയ്യാം പറയാം. പരീക്ഷയ്ക്ക് നോഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട. നോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെറ്റ്വർക്കിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ഡിവൈസ്. ഓക്കെ, ദെൻ these devices can include computers, servers, routers, switches and other hardware components. ഒരു നെറ്റ്വർക്കിനകത്ത് എന്തെല്ലാം ഉണ്ടാവാം, കമ്പ്യൂട്ടറുകൾ ഉണ്ടാവാം, സെർവറുകൾ ഉണ്ടാവാം, റൗട്ടറുകൾ ഉണ്ടാവാം, സ്വിച്ചസ് ഉണ്ടാവാം, അതുപോലെ തന്നെ മറ്റ് ഹാർഡ്വെയർ കമ്പോണൻസ് എല്ലാം ഉണ്ടാവാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് നെറ്റ്വർക്ക്, സിമ്പിളായിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞോളൂ. എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ ഇൻ്റർകണക്റ്റഡ് ടുഗദർ ഈസ് കാൾഡ് നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിനകത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാം, ഡാറ്റാസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. റിസോഴ്സസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വിവിധ സർവീസസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഒരു നെറ്റ്വർക്കിനകത്ത് എന്തെല്ലാം ഉണ്ടാവും, വ്യത്യസ്ത തരത്തിലുള്ള ഡിവൈസസ് ഉണ്ടാവും. അത് കമ്പ്യൂട്ടർ ആവാം, സെർവറുകളാവാം, സ്വിച്ചസ് ആവാം, ഹബ്ബുകളാവാം, റൗട്ടർ ആവാം, അല്ലെങ്കിൽ മറ്റ് ഡിവൈസസ് ഒക്കെ ആവാം. ഓക്കെ, ദെൻ networks can be established using various communication protocols that dictate how data is transmitted and received കേട്ടോ. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടോക്കോളുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു നെറ്റ്വർക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തിനാണ് ഈ പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നത്, ഒരു നെറ്റ്വർക്കിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കണം എന്നുള്ള കാര്യം നിർണ്ണയിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോട്ടോക്കോൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. വാട്ട് ഈസ് പ്രോട്ടോക്കോൾ? പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആണ് കേട്ടോ. പ്രോട്ടോക്കോൾസ് എന്താണെന്ന് ചോദിച്ചാൽ പറയുക, സെറ്റ് ഓഫ് റൂൾസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് പ്രോട്ടോക്കോൾ? ഒരു കൂട്ടം നിയമങ്ങളാണ്, കമ്മ്യൂണിക്കേഷൻ നടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടം നിയമങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടോക്കോൾസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നെറ്റ്വർക്കിൽ എന്ത് നടക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് കേട്ടോ. പ്രോട്ടോക്കോൾ ആണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണം, റിസീവ് ചെയ്യണം, ഇങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യവും അറിയുക. ദെൻ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻ്റർകണക്റ്റഡ് ഡിവൈസസ്. നെറ്റ്വർക്ക്സ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ നോഡ്സ് ദാറ്റ് ആർ കണക്റ്റഡ് അലോയിങ് ദം ടു എക്സ്ചേഞ്ച് ഡാറ്റ. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മൾട്ടിപ്പിൾ നോഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിവൈസസിനെ തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഓരോ ഡിവൈസസിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ദെൻ റിസോഴ്സ് ഷെയറിംഗ്. നെറ്റ്വർക്കിൻ്റെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിസോഴ്സ് ഷെയറിംഗ്. Devices on a network can share resources such as files, applications, printers and internet connections. അതായത് ഒരു നെറ്റ്വർക്കിനകത്തുള്ള വ്യത്യസ്ത ഡിവൈസുകൾക്ക് തമ്മിൽ റിസോഴ്സസ് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നു. റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫയലാവാം,
ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻ്റർ ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെയാണ് ഷെയറിംഗ് റിസോഴ്സസ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനകത്ത് 10 കമ്പ്യൂട്ടറുണ്ട്, ഒരു പ്രിൻ്ററുണ്ട്. ഈ 10 കമ്പ്യൂട്ടറുകൾക്കും ആ ഒരു പർട്ടിക്കുലർ പ്രിൻ്ററിനെ ഒന്നുപോലെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. 10 കമ്പ്യൂട്ടറിൽ ഏത് കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് കൊടുത്താലും ആ പ്രിൻ്റർ എന്ത് ചെയ്യും, പ്രിൻ്റ് അടിച്ച് നമുക്ക് തരും. സോ നമുക്കൊരു പ്രിൻ്ററിനെ ഒരു നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസുകൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് നെറ്റ്വർക്ക് കേട്ടോ. നെറ്റ്വർക്കിനകത്ത് റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് സ്കാനറും പ്രിൻ്ററും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു ചില ഓഫീസുകളിലൊക്കെ ഒരു ഹാളിനകത്ത് 10 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ 10 കമ്പ്യൂട്ടറിനത്തേക്കും വേണ്ടി ഒറ്റ പ്രിൻ്റർ ആയിരിക്കും ഉണ്ടാവുക, അല്ലെ, ഒരു വലിയൊരു പ്രിൻ്റർ ഉണ്ടാവും. അപ്പോൾ ആ 10 കമ്പ്യൂട്ടറിൽ ഏത് കമ്പ്യൂട്ടറിൽ ഇരുന്ന് വേണമെങ്കിലും ആ പ്രിൻ്ററിൽ നമുക്ക് പ്രിൻ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അത് റിസോഴ്സ് ഷെയറിങ്ങിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ദെൻ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്. നെറ്റ്വർക്ക്സ് ഓപ്പറേറ്റ് യൂസിങ് standardized protocols like TCP/IP, HTTP, FTP that enable devices to communicate efficiently. സോ നമുക്കൊരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടോകോൾസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. പ്രോട്ടോകോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഒരു നെറ്റ്വർക്കിനകത്ത് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് കേട്ടോ. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ TCP/IP യുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ദെൻ HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. പിന്നീട് വരുന്നത് FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഈ എല്ലാ തരത്തിലുള്ള പ്രോട്ടോക്കോൾസ് നെറ്റ്വർക്കിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും ആഗ്രഹിക്കുക കേട്ടോ. ഈ പ്രോട്ടോക്കോൾസ് ഒക്കെ പ്രോപ്പറായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഡിവൈസസിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഡേറ്റ ട്രാൻസ്മിഷൻ ഇത് ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ ദ നെറ്റ്വർക്ക് ഇൻ ദ ഫോം ഓഫ് ഡേറ്റ പാക്കറ്റ്സ് വിച്ച് ആർ സെൻഡ് ഫ്രം വൺ ഡിവൈസ് ടു അനദർ. നമുക്കറിയാം ഒരു നെറ്റ്വർക്കിലൂടെ ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിലാണ്. അത് ഒരു ഡിവൈസിൽ നിന്നും മറ്റൊരു ഡിവൈസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയെ അയക്കുമ്പോഴത്തേക്ക് ഈ ഡാറ്റയെ ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവിംഗ് എൻഡിലെ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോക്കോളാണ് TCP എന്ന് പറയുന്നത്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സ് കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിലേക്ക് നമ്മളൊരു ഡാറ്റ അയച്ചു കഴിഞ്ഞാൽ സോഴ്സ് കമ്പ്യൂട്ടറിൽ നിന്ന് അയക്കുന്ന വലിയ ഡാറ്റയെ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ചെറിയ ഡാറ്റ പാക്കറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ഡാറ്റ പാക്കറ്റുകളാണ് ഒരു ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവിംഗ് എൻഡിൽ വരുമ്പോഴത്തേക്ക് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡാറ്റ പാക്കറ്റുകളെല്ലാം ഒറിജിനൽ ഫോമിൽ ഒരു വലിയ ഡാറ്റയായി മാറും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെസിപ്പിയൻറ്റിലേക്ക് കിട്ടുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പോയിന്റിൽ പഠിച്ചു പ്രോട്ടോക്കോളിൻ്റെ കാര്യം. ഒരു നെറ്റ്വർക്കിനകത്ത് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കണം എന്നുള്ള കാര്യം നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്, പ്രോട്ടോക്കോൾസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, സ്കാലബിലിറ്റി. നെറ്റ്വർക്ക്സ് ക്യാൻ ബി expanded by adding more devices or resources without significant changes to existing infrastructure. ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പുതിയ ഡിവൈസസ് ഇങ്ങനെ വന്ന് ആഡായിക്കൊണ്ടിരിക്കും. ഈ നെറ്റ്വർക്ക് വലുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് എത്ര ഡിവൈസസ് ഒരു നെറ്റ്വർക്കിനകത്ത് വന്ന് ആഡായാലും അത് നെറ്റ്വർക്കിൻ്റെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലൊന്നും വലിയ വ്യത്യാസം വരുന്നില്ല. നെറ്റ്വർക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് സ്കാലബിൾ ആണ് കേട്ടോ. അപ്പോൾ നെറ്റ്വർക്ക്സ് ക്യാൻ ബി എക്സ്പാൻഡഡ് ബൈ ആഡിങ് മോർ ഡിവൈസസ് ഓർ റിസോഴ്സസ്. അപ്പോൾ കൂടുതൽ ഡിവൈസസ് അല്ലെങ്കിൽ റിസോഴ്സസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റ്വർക്കിനെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ടു എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ഓൾറെഡി ഉള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ വ്യത്യാസമൊന്നും വരുത്താതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്കിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്കറിയാം ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു നെറ്റ്വർക്കാണ് അല്ലേ. ഈ നെറ്റ്വർക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പോകുന്തോറും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനയാണല്ലേ. സോ ദ നെറ്റ്വർക്ക് ഈസ് വെരി സ്കാലബിൾ കേട്ടോ. നെക്സ്റ്റ്, സെക്യൂരിറ്റി. നെറ്റ്വർക്ക്സ് ഓഫൺ ഇംപ്ലിമെൻറ്റ് സെക്യൂരിറ്റി മെഷേഴ്സ് ലൈക്ക് ഫയർവാൾസ്, എൻക്രിപ്ഷൻ ആൻഡ് ആക്സസ് കൺട്രോൾസ് ടു പ്രൊട്ടക്ട് ഡാറ്റ ആൻഡ് മെയിൻറ്റെയിൻ പ്രൈവസി. അപ്പോൾ നെറ്റ്വർക്കിനകത്ത് ഒത്തിരി സെക്യൂരിറ്റി മെഷേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഫയർവാൾ, ഡാറ്റ എൻക്രിപ്ഷൻ ടെക്നിക്കുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്,
നമ്മുടെ ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്കിൽ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫയർവാളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്താ പറയേണ്ടത്, നമ്മുടെ നെറ്റ്വർക്കിനകത്ത് ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പുറത്തു നിന്ന് വരുന്ന ഒരു തേർഡ് പാർട്ടിക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. ഒരു എക്സ്റ്റേണൽ ആക്സസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ തടയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഒന്നും നമ്മുടെ നെറ്റ്വർക്കിനകത്ത് കയറി വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നെറ്റ്വർക്കിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇതൊരു നെറ്റ്വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ്, നെറ്റ്വർക്കിനെ ആ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ ഒരു ദൂരപരിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രധാനമായിട്ടും 3 തരംതിരിക്കാം. 3 4 തരംതിരിക്കാം. നമുക്ക് 4 പഠിക്കാം കേട്ടോ. പാന്, ലാന്, മാന്, വാന്. ഏതൊക്കെയാ? പാൻ, ലാൻ, മാൻ, വാൻ. ഓക്കെ, ഇതിലാദ്യം നമുക്ക് പാൻ എന്താണെന്ന് നോക്കാം. പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. എന്താണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്? പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് കേട്ടോ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു നെറ്റ്വർക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ കമ്പ്യൂട്ടറിനെ അയാളുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നു, അയാളുടെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്യുന്നു, പ്രിൻ്ററുമായിട്ടും സ്കാനറുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഒരു ചെറിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. അയാളുടെ വീട്ടിലൊരു കൊച്ചു മുറിയിലായിരിക്കും ഇത്രയും ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് എന്ത് ചെയ്യാൻ പറയാം. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാക്കിയെടുക്കുന്ന നെറ്റ്വർക്കിനെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം റേഞ്ച് 10 മീറ്ററാണ്. 10 മീറ്റർ ദൂരപരിധി വരെ മാത്രമേ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് നമ്മൾ 2 മൊബൈൽ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ് കേട്ടോ. ഇൻഫ്രാറെഡ്, ബ്ലൂടൂത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഡിവൈസസിനെ പരസ്പരം ഇൻ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. 10 മീറ്ററാണ് മാക്സിമം ഒരു പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ മാക്സിമം ദൂരപരിധി എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് പാൻ അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് ചോദിച്ചാൽ പറയുക, ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന നെറ്റ്വർക്കിനെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. ഇതിൻ്റെ മാക്സിമം ലിമിറ്റ്, മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് അപ് ടു 10 മീറ്റേഴ്സ് ആണ്. അപ് ടു 10 മീറ്റേഴ്സ്. ബ്ലൂടൂത്ത്, ഇൻഫ്രാറെഡ് എന്നൊക്കെ പറയുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ആക്കുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് എന്നുള്ള കാര്യവും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ലാനും മാനും വാനും എന്താണ് എന്നുള്ളത് വിശദമായിട്ട് പഠിക്കാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ജോഗ്രഫിക്കൽ ഏരിയ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. കവേഴ്സ് എ സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയ ടൈപ്പിക്കലി വിത്തിൻ സിംഗിൾ ബിൽഡിംഗ് ഓർ ക്യാമ്പസ്. ഒരു ചെറിയ റൂമിനുള്ളിലോ ഒരു ബിൽഡിങ്ങിലോ ഒരു ക്യാമ്പസിലോ മാത്രമായിട്ട് സെറ്റപ്പാക്കി എടുക്കുന്ന അതെ അല്ലെങ്കിൽ വളരെ ചെറിയ ഭൂപ്രദേശത്ത് മാത്രം ലഭിക്കുന്ന നെറ്റ്വർക്കിനെ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് എന്ത് ചെയ്യാം, പറയാം കേട്ടോ. ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആയിരിക്കും. 10 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ നമുക്കൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ആക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു കോളേജ് ക്യാമ്പസോ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 കിലോമീറ്റർ ദൂരപരിധി വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത്രയും ഏരിയ വരെ മാത്രം ലഭിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഒരു റൂമിനകത്തോ ബിൽഡിങ്ങിനകത്തോ ക്യാമ്പസിനുള്ളിലോ മാത്രം നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സാധാരണഗതിയിൽ ഹൈ സ്പീഡായിരിക്കും. അതായത് offers high data transfer rates often ranging from 100 Mbps to several Gbps കേട്ടോ. അതായത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസിൽ മാത്രം ലഭിക്കുന്ന നെറ്റ്വർക്ക് ആയതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. 100 Mbps മുതൽ പല Gbps റേഞ്ച് വരെ സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് ഡിവൈസസ് മാത്രമേ കാണുകയുള്ളൂ. ഒരു ഔട്ട്സൈഡ് വേൾഡിലുള്ള ആൾക്കാർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനകത്ത് വന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കുറച്ച് ഡിവൈസസേ കാണത്തുള്ളൂ, ദൂരപരിധിയും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റും വളരെയധികം കൂടുതലായിരിക്കും കേട്ടോ. ലാറ്റൻസി വളരെയധികം കൂടുതലായിരിക്കും. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത്,
വളരെ ചെറിയ ഒരു പ്രദേശത്ത് മാത്രം ലഭിക്കുന്ന നെറ്റ്വർക്കാണ്. കുറച്ച് ഡിവൈസസ് മാത്രമേ അതിനകത്തുള്ളൂ. എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് നിന്ന് ആർക്കും ഈ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ദെൻ ലോ ലാറ്റൻസി, മിനിമൽ ഡിലേ ഇൻ ഡാറ്റ ട്രാൻസ്മിഷൻ, മേക്കിംഗ് ഇറ്റ് എഫിഷ്യൻറ്റ് ഫോർ ലോക്കൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഡാറ്റ ട്രാൻസ്മിഷന് വലിയ ഡിലേ ഒന്നും ഉണ്ടാവില്ല, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുവാനായിട്ട് സാധിക്കും കേട്ടോ. ലോ ലാറ്റൻസി ആണ്. ഓക്കെ, നമുക്ക് വളരെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, വളരെ ഫാസ്റ്റായിട്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. അതിന് നമുക്ക് ലാറ്റൻസി എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ലാറ്റൻസി വളരെയധികം കുറവായിരിക്കും. ദെൻ ഓണർഷിപ്പ്, യൂഷ്വലി ഓൺഡ്, കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽ. സാധാരണഗതിയിൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ്റെയോ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ അവർ കൺട്രോൾ ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ആയിരിക്കും. ഒരു പബ്ലിക് നെറ്റ്വർക്ക് അല്ല ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോ ഒരു സ്ഥാപനത്തെയോ കേന്ദ്രീകരിച്ചായിരിക്കും കേട്ടോ. ചില ഒരു സ്കൂളിന് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടാവും, ഒരു കോളേജിന് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓഫീസ് ആണെങ്കിലോ അവർക്കും ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടാവും. ആ ഒരു ഓഫീസോ സ്കൂളോ കോളേജോ വിട്ട് കഴിഞ്ഞാൽ പുറമേയുള്ള ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. സോ യൂഷ്വലി ഓൺഡ്, കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ ഓർഗനൈസേഷൻ ഓർ ഇൻഡിവിജ്വൽ. കണക്ഷൻ മെത്തേഡ് ക്യാൻ യൂസ് വയേർഡ് ഓർ വയർലെസ് കണക്ഷൻസ്. അപ്പോൾ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വയേർഡ് കണക്ഷൻസും അല്ലെങ്കിൽ വയർലെസ് ആയിട്ടുള്ള കണക്ഷൻസും എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഗൈഡഡ് മീഡിയയും അൺഗൈഡഡ് മീഡിയയും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയാസ് ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ, ഓഫീസ് എൻവയോൺമെൻറ്റ്സ് ഫോർ കണക്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ്, പ്രിൻറ്റേഴ്സ് ആൻഡ് സെർവേഴ്സ്. നമുക്കൊരു ഓഫീസ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പ്രിൻ്ററുകളെയും കമ്പ്യൂട്ടറുകളെയും സെർവറുകളെയും എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ കണക്റ്റിംഗ് സ്റ്റുഡൻറ്റ് ആൻഡ് ഫാക്കൽറ്റി ഡിവൈസസ്. അപ്പോൾ ഫാക്കൽറ്റീസിൻ്റെ സെർവേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസിൻ്റെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡാറ്റാസൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റുഡൻറ്റിനും ഈ ഫാക്കൽറ്റിയുടെ ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹോം നെറ്റ്വർക്ക്സ് ഫോർ കണക്റ്റിംഗ് പേഴ്സണൽ ഡിവൈസസ് ലൈക്ക് സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ് ആൻഡ് സ്മാർട്ട് TVs. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സ്മാർട്ട് ഫോണും ടാബ്ലറ്റും സ്മാർട്ട് TVയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ലാനിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയാസ് ആണ് കേട്ടോ. ദെൻ നമുക്ക് അടുത്ത നെറ്റ്വർക്കിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ്. എന്താണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്? ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ജോഗ്രഫിക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത് covers a larger area than local area network but smaller than wide area network. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനേക്കാളും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്നാൽ വൈഡ് ഏരിയ നെറ്റ്വർക്കിനേക്കാളും കുറച്ച് ഏരിയ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് കവർ ചെയ്യുന്നുള്ളൂ. വൈഡ് ഏരിയ നെറ്റ്വർക്കിനേക്കാളും ചെറുതാണ് കേട്ടോ. ടൈപ്പിക്കലി എ സിറ്റി ഓർ ലാർജ് ക്യാമ്പസ്, ഒരു എൻ്റയർ സിറ്റിക്കുള്ളിലോ ഒരു വലിയ ക്യാമ്പസിനുള്ളിലോ മാത്രമായിട്ട് ലഭിക്കുന്ന നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ പരിധി വരെ അല്ലെങ്കിൽ ആ സിറ്റി ഏതുവരെയാണ് വ്യാപിച്ച് കിടക്കുന്നത് അത്രയും ദൂരപരിധി വരെ മാത്രം ലഭിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു നഗരപരിധിക്കുള്ളിൽ മാത്രം ലഭിക്കുന്ന നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണ് കേട്ടോ. 50 കിലോമീറ്റർ ചുറ്റളവ് ദൂരപരിധി വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മോഡറേറ്റ് സ്പീഡാണ്. Data transfer rates are generally higher than WANs but lower than LANs, often ranging from 10 Mbps to 1 Gbps. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനേക്കാളും കുറവാണ്, എന്നാൽ വൈഡ് ഏരിയ നെറ്റ്വർക്കിനേക്കാളും കൂടുതലുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് 100 Mbps മുതൽ 1 Gbps വരെയുള്ള സ്പീഡിലായിരിക്കും ഇതിൻ്റെ ഡാറ്റ ട്രാൻസ്മിഷൻ എന്ത് ചെയ്യുന്നത് യൂഷ്വലി നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനേക്കാളും സ്പീഡ് കുറവായിരിക്കും, എന്നാൽ വൈഡ് ഏരിയ നെറ്റ്വർക്കിനേക്കാളും മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് സ്പീഡ് കൂടുതലുമായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ലാറ്റൻസി.
ലാറ്റൻസി ഈസ് യൂഷ്വലി മോഡറേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ലാറ്റൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിർണ്ണയിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിൻ്റെ സ്പീഡ് നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു മോഡറേറ്റ് സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നെറ്റ്വർക്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് കേട്ടോ. ദെൻ ഓണർഷിപ്പ് may be owned by a single organization or a consortium of organizations, often involves shared resources കേട്ടോ. അപ്പോൾ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു ഓർഗനൈസേഷൻ്റെ കീഴിലായിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടം ഓർഗനൈസേഷൻ്റെ കീഴിലായിരിക്കും ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഇതിൻ്റെ കണക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ യൂസ് ഫൈബർ ഓപ്റ്റിക്സ്, വയർലെസ് ഓർ അതർ ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ്. ഫൈബർ ഓപ്റ്റിക്സ് ഉപയോഗിച്ചോ വയർലെസ് ടെക്നോളജീസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടോ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് നമുക്ക് സെറ്റപ്പ് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഏരിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണക്റ്റിംഗ് മൾട്ടിപ്പിൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് വിത്തിൻ എ സിറ്റി സച്ച് ആസ് ലിങ്കിങ് ഡിഫറൻറ്റ് ബ്രാഞ്ചസ് ഓഫ് എ യൂണിവേഴ്സിറ്റി. നമുക്ക് ഒരു സിറ്റിക്കകത്തുള്ള ഒന്നിലധികം ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെ വ്യത്യസ്ത ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ഒരു സിറ്റിക്കകത്തുള്ള ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ വ്യത്യസ്ത ബ്രാഞ്ചുകളെ നമുക്ക് പരസ്പരം ഇൻ്റർകണക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ന്യൂമറസ് ലാൻഡ്സ്. നെക്സ്റ്റ്, മുനിസിപ്പൽ നെറ്റ്വർക്ക്സ് പ്രൊവൈഡിങ് സർവീസസ് ലൈക്ക് പബ്ലിക് വൈഫൈ ഓർ കണക്റ്റിംഗ് ഗവൺമെൻറ് ഫെസിലിറ്റീസ്. അപ്പോൾ നമുക്കറിയാം മുനിസിപ്പൽ നെറ്റ്വർക്ക് പബ്ലിക് വൈഫൈസ് ഒക്കെ നമുക്ക് തരുന്നുണ്ട് അല്ലേ. ബസ് സ്റ്റാൻഡ്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ പബ്ലിക് വൈഫൈസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത ഗവൺമെൻറ് ഫെസിലിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിൻ്റെ വേരിയസ് ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. ദെൻ ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനീസ് പ്രൊവൈഡിങ് സർവീസസ് ടു ബിസിനസ്സസ് വിത്തിൻ എ മെട്രോപൊളിറ്റൻ ഏരിയ. അതായത് നമുക്ക് ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡിങ് സർവീസസ് ടു ബിസിനസ് വിത്തിൻ എ മെട്രോപൊളിറ്റൻ ഏരിയ. ഒരു മെട്രോപൊളിറ്റൻ ഏരിയയ്ക്ക് അകത്തുള്ള ബിസിനസ്സസ് അല്ലെങ്കിൽ പല ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വ്യത്യസ്ത സർവീസസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ കേബിൾ ടെലിവിഷൻ ഉണ്ടല്ലോ, കേബിൾ ടി വി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചില റീജിയണൽ ചാനൽസ് ഉണ്ടാവും അല്ലേ, പ്രാദേശിക ചാനലുകൾ, ആ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള വാർത്തകളും നോട്ടിഫിക്കേഷൻസും പരസ്യങ്ങളും ഒക്കെ കാണിക്കുന്ന ചാനൽസ് ഉണ്ടാവും. ഈ ചാനൽസ് ഒരു ദൂരപരിധി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് നമുക്ക് ലഭിക്കില്ല. ഇതൊരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് കേട്ടോ. ഒരു നഗരപരിധി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പരിധി കഴിയുന്നതോടുകൂടി ആ നെറ്റ്വർക്ക് പിന്നെ നമുക്ക് ലഭിക്കണമെന്നില്ല. ഇത് ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് മെല്ലെ വൈഡ് ഏരിയ നെറ്റ്വർക്കിലേക്ക് ചെല്ലാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് കവേഴ്സ് ലാർജ് ജോഗ്രഫിക്കൽ ഏരിയാസ് പൊട്ടൻഷ്യലി സ്പാനിങ് സിറ്റീസ്, കൺട്രീസ് ഓർ കോണ്ടിനെൻറ്റ്സ്. വളരെ വലിയ ഒരു ജോഗ്രഫിക്കൽ ഏരിയ, ഭൂപ്രദേശം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ വ്യാപിപ്പിക്കുവാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. സിറ്റീസ് തമ്മിലോ രാജ്യങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ തമ്മിലോ ഒക്കെ ബന്ധിപ്പിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പീഡ് മറ്റുള്ള നെറ്റ്വർക്കുകളെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ്. ജനറലി ഹാസ് ലോവർ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ്സ് കമ്പയർഡ് ടു ലാൻഡ്സ് ഓഫൺ അഫക്റ്റഡ് ബൈ ഡിസ്റ്റൻസ് ആൻഡ് ടെക്നോളജി യൂസ്ഡ്. ഇപ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം വലിയ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ, അതായത് നമ്മുടെ ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന നെറ്റ്വർക്കാണ്. ഒത്തിരി ഡിവൈസസ് അതിനകത്ത് എക്സിസ്റ്റിംഗ് ആണ്, ഒത്തിരി ടെക്നോളജീസ് അതിനകത്ത് എക്സിസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് കുറച്ച് സ്ലോ ആയിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കുമായിട്ടോ അല്ലെങ്കിൽ ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കുമായിട്ടോ ഒക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പീഡ് വളരെയധികം കുറവായിരിക്കും. ദെൻ ഹയർ ലാറ്റൻസി, ഗ്രേറ്റർ ഡിലേസ് ഡ്യൂ ടു ലോങ്ങർ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ കണക്റ്റഡ് ഡിവൈസസ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഡിവൈസസ് ഇരിക്കുന്നത് വളരെ ദൂരം കൂടിയ രണ്ട് ലൊക്കേഷനിലായിരിക്കും, വളരെ റിമോട്ടഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ ട്രാൻസ്മിഷന് വലിയൊരു ഡിലേ വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഹയർ ലാറ്റൻസി എന്ന് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. ദെൻ ഓണർഷിപ്പ് ഓഫൺ ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസ് ആൻഡ് ക്യാൻ ബി പബ്ലിക് ഓർ പ്രൈവറ്റ്. ഇൻഫ്രാസ്ട്രക്ചർ മേ ബി ലീസ്ഡ് കേട്ടോ. ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് പബ്ലിക്കും ആവാം പ്രൈവറ്റും ആവാം. ഈ വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക വ്യക്തിയുടെയോ ഒരു ഓർഗനൈസേഷൻ്റെയോ ഓണർഷിപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. പബ്ലിക്കായിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്കാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കേട്ടോ, മനസ്സിലാക്കുക. അതാണ് ഇവിടെ പറയുന്നത് ഓഫൺ ഇൻവോൾവ്സ് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസ് ആൻഡ് ക്യാൻ ബി പബ്ലിക് ഓർ പ്രൈവറ്റ്. ഇൻഫ്രാസ്ട്രക്ചർ മേ ബി ലീസ്ഡ്. Then connections method.
യൂട്ടിലൈസസ് വേരിയസ് ടെക്നോളജീസ് ഇൻക്ലൂഡിംഗ് ലീസ്ഡ് ലൈൻസ്, സാറ്റലൈറ്റ് ലിങ്ക്സ് ആൻഡ് VPNs. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള കണക്ഷൻ മെത്തേഡുകൾ വഴിയാണ് ഈ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് ലീസ്ഡ് ലൈൻ വഴി, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലിങ്ക് വഴി, അല്ലെങ്കിൽ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് വഴിയൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുവാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഏരിയാസ് ആണ്. കണക്ടിങ് ബ്രാഞ്ച് ഓഫീസസ് ഓഫ് കോർപ്പറേഷൻ അക്രോസ് ഡിഫറൻറ്റ് സിറ്റീസ് ഓർ കൺട്രീസ്. ഒരു കമ്പനിയുടെയോ ഓർഗനൈസേഷൻ്റെയോ വ്യത്യസ്ത ബ്രാഞ്ചസ് വ്യത്യസ്ത രാജ്യങ്ങളിലോ സിറ്റീസിലോ ഒക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഇൻ്റർകണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി സച്ചസ് ഇൻ്റർനെറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ഗ്ലോബൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഞാനത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കമ്മ്യൂണിക്കേഷൻസ് ബിറ്റ്വീൻ റിമോട്ട് വർക്കേഴ്സ് ആൻഡ് സെൻട്രൽ ഓഫീസ് സിസ്റ്റം. ഒരു സെൻട്രൽ ഓഫീസിൽ നിന്നും ആ ഓഫീസിലെ റിമോട്ടായിട്ട് ജോലി ചെയ്യുന്ന ജീവനക്കാരുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻ്റർനെറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ഈസ് കാൾഡ് ഇൻ്റർനെറ്റ്. ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ഈ ടൈപ്പ് ഓഫ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണെന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിനിവിടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ കോമൺ ആപ്ലിക്കേഷൻ ഏരിയ ഫോർ വാൻസ്? വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ ഒരു കോമൺ ആപ്ലിക്കേഷൻ ഏരിയ നിങ്ങളൊന്ന് പറഞ്ഞ് ഈ 4 ഓപ്ഷൻ വായിച്ചിട്ട്. ഓപ്ഷൻ എ കണക്റ്റിംഗ് കമ്പ്യൂട്ടേഴ്സ് ഇൻ എ ഹോം. ഓപ്ഷൻ ബി ലിങ്കിങ് ബ്രാഞ്ച് ഓഫീസസ് ഇൻ ഡിഫറൻറ്റ് കൺട്രീസ്. ഓപ്ഷൻ സി ഷെയറിംഗ് പ്രിൻറ്റേഴ്സ് ഇൻ ആൻ ഓഫീസ്. ഓപ്ഷൻ ഡി നെറ്റ്വർക്കിംഗ് ഡിവൈസസ് വിത്തിൻ സിംഗിൾ ബിൽഡിംഗ്. ഇത് പഠിക്കാൻ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ലാന് വാന് മാനൊന്നും പഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഒരു തവണ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങളൊന്നും അതിനകത്തില്ല. വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, ലിങ്കിങ് ബ്രാഞ്ച് ഓഫീസസ് ഇൻ ഡിഫറൻറ്റ് കൺട്രീസ്. വ്യത്യസ്ത രാജ്യങ്ങളിലെ ബ്രാഞ്ച് ഓഫീസസ് തമ്മിൽ കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വൈഡ് ഏരിയ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടൈപ്പിക്കലി റിക്വയർസ് ലോവർ ലാറ്റൻസി? ഏത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിലാണ് വളരെ ചെറിയ ലാറ്റൻസി ആവശ്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ വാൻ, ഓപ്ഷൻ ബി മാൻ, ഓപ്ഷൻ സി ലാൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ വന്ന് ലാൻ ആണ് കേട്ടോ. ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ടൈപ്പിക്കലി റിക്വയർസ് ലോവർ ലാറ്റൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ ആണ് കേട്ടോ. ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് IT ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ളത്. സോ നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഒന്നും ഇഗ്നോർ ചെയ്യരുത്, വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്? ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ സവിശേഷത അല്ലാത്തത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഹൈ സ്പീഡ്, ഓപ്ഷൻ ബി ലോ ലാറ്റൻസി, ഓപ്ഷൻ സി കവേഴ്സ് ലാർജ് ജോഗ്രഫിക്കൽ ഏരിയാസ്, ഓപ്ഷൻ ഡി ഓൺഡ് ബൈ എ സിംഗിൾ എൻറ്റിറ്റി. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ലാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ നെറ്റ്വർക്ക് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ റൂട്ടർ? ഒരു നെറ്റ്വർക്കിനകത്ത് റൗട്ടറിൻ്റെ ജോലി എന്താണ്? നെറ്റ്വർക്ക് ഡിവൈസ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അവിടെ റൗട്ടർ എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോ നിങ്ങൾ എന്താ പറയുന്നത്, ഒരു ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതിനേക്കാളും നിങ്ങൾ ഒരു ട്രെയിനറിൻ്റെ കീഴിൽ, ഒരു അധ്യാപകൻ്റെ കീഴിൽ പഠിക്കുന്നതായിരിക്കും ഉത്തമമെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ആ അധ്യാപകരോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. മറ്റത് നിങ്ങൾക്ക് ഈ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുവാൻ സാധിച്ചു എന്ന് എന്ത് ചെയ്യില്ല, വരില്ല. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ടു സ്റ്റോർ ഫയൽസ്, ഓപ്ഷൻ ബി ടു കണക്ട് ഡിഫറൻറ്റ് നെറ്റ്വർക്ക്സ് ആൻഡ് റൗട്ട് ഡേറ്റ ബിറ്റ്വീൻ ദം, ഓപ്ഷൻ സി ടു പ്രൊവൈഡ് പവർ ടു ഡിവൈസസ്, ഓപ്ഷൻ ഡി ടു മോണിറ്റർ നെറ്റ്വർക്ക് സെക്യൂരിറ്റി. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ടു കണക്ട് ഡിഫറൻറ്റ് നെറ്റ്വർക്ക്സ് ആൻഡ് റൗട്ട് ഡേറ്റ ബിറ്റ്വീൻ ദം. വ്യത്യസ്ത നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിച്ചതിന് ശേഷം ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റയെ കറക്റ്റ് പാത്തിലൂടെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് റൗട്ടർ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഡിവൈസിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കേട്ടോ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലൂടെ ശരിയായിട്ടുള്ള പാത്തിലൂടെ എന്ത് ചെയ്യുക, ഡാറ്റ പാക്കറ്റുകളെ റൂട്ട് ചെയ്യുക. ഇതാണ് റൗട്ടറിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കേട്ടോ. വൃത്തിയായിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പ്രോട്ടോകോൾ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഡാറ്റ ട്രാൻസ്മിഷൻ ഓവർ ദ ഇൻ്റർനെറ്റ്? അപ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തുവാനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. പ്രോട്ടോകോൾ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? സെറ്റ് ഓഫ് റൂൾസ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഇൻ എ നെറ്റ്വർക്ക്. ഓപ്ഷൻ എ FTP, ഓപ്ഷൻ ബി TCP/IP, ഓപ്ഷൻ സി HTTP, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൻസർ കിട്ടും. യെസ്, ഓൾ ഓഫ് ദ എബോവ്. FTP, TCP/IP, HTTP എല്ലാം
എന്താണ് ഇൻ്റർനെറ്റിനകത്ത് ഡാറ്റ ട്രാൻസ്മിഷനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട പ്രോട്ടോകോൾസ് ആണ് കേട്ടോ, മനസ്സിലാക്കുക. FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, TCP/IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ, HTTP എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് നെറ്റ്വർക്കിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു മിറാക്കിൾ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് 40 ദിവസം കൊണ്ട് സിലബസിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഡെയിലി 2 മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് ഈ ഒരു കോഴ്സിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 8 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 80 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മുഴുവൻ കാര്യങ്ങളും പഠിച്ചെടുക്കുവാനായിട്ട് പറ്റും. അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു ട്രെയിനറിൻ്റെ കീഴിൽ ആ ട്രെയിനർ പറയുന്നത് പോലെ കേട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് പറയുന്നത്. സ്വന്തമായിട്ടൊക്കെ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഈ IT പോലുള്ള ടെക്നിക്കൽ ടോപ്പിക്കൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. 10 മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാനായിട്ട് സാധിക്കും. ഈ 10 മോഡൽ എക്സാം എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ വിലയിരുത്താം എത്ര മാർക്ക് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൽ ലഭിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ 40 ദിവസത്തെ ഒരു മിറാക്കിൾ ടൈം ടേബിളാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ അധ്യാപകർ നിങ്ങൾക്കായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് മാക്സിമം ഉപകാരപ്പെടുത്തുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. സോ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, മികച്ച വിജയം നേടുക, ജോലി ഉറപ്പാക്കുക. സോ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു വെരി മച്ച്.